ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ധന്യ. ഞാൻ ഹരികൃഷ്ണൻ. അപ്പൊ സാറേ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിന്റെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ എല്ലാവരും ഒരു ആൻസൈറ്റിയിലാണ്. കാരണം നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ പലരും വിചാരിക്കുന്നത് ഇനിയിപ്പോ പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ട് പഠിച്ചാൽ മതിയോ, കാരണം ഇനിയിപ്പോ ഡിസംബറിൽ തന്നെ എക്സാം നടക്കുമോ എന്ന പല ഡൗട്ട്സും അവർക്കുണ്ട് അല്ലെ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞങ്ങൾ അതിന്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഇനി എക്സാം വരുന്ന സമയത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സോ എന്താ സാറേ പറയാനുള്ളത് ഇതിനെ പറ്റി? ഇപ്പൊ എനിക്ക് വലിയൊരു സ്ക്രൂട്ടിനിയിൽ നിൽക്കുകയാണ്. കാര്യം ഈ ചരിത്രത്തിൽ ഇതുവരെ ഒരു എക്സാം നടന്നിട്ട് ഒരിക്കൽ പോലും ആൻസർക്ക് ഇത്രയും വൈകിട്ടില്ല. അപ്പൊ നമ്മുടെ ഇതുപോലെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത്, കുറെ സ്റ്റുഡൻസ് ആസ്പിരൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, സാർ ഇപ്പോ ഇതുവരെ നമുക്ക് നെറ്റിന്റെ ആൻസർക്ക് വന്നിട്ടില്ല, അത് കഴിഞ്ഞ് പഠിച്ചു തുടങ്ങിയാൽ പോരെ. അപ്പോ നമുക്ക് എന്ന് ആൻസർ കീ വരും എന്നൊരു ഇത് ചിലപ്പോ നാളെ വരാൻ, ചിലപ്പോ ഡിലേ ആവാം. ഡിലേ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഡിസംബറിൽ അടുത്ത എക്സാം നടന്നിരിക്കും. അത് ഉറപ്പുള്ള കാര്യമാണ്. ഒരു വർഷത്തിൽ 2 എക്സാം ആണ് നടക്കുന്നത്, 2 സൈക്കിൾസ് ആണുള്ളത്. ഇനി ആൻസർക്ക് ഇനി ഡിലേ ആയി നിങ്ങൾ അതിനുശേഷം നിങ്ങൾ അടുത്ത അറ്റംപ്റ്റിലേക്ക് പഠിക്കാൻ എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2-3 മാസമേ അടുത്ത എക്സാമിനോട് പ്രിപ്പയർ ചെയ്യാൻ കിട്ടത്തുള്ളൂ അല്ലേ? ഇപ്പൊ തന്നെ നമുക്ക് ഓഗസ്റ്റ് കഴിയാറായി. ഇനിയിപ്പോ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു 3 മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പ്രൊവിഷണൽ ആൻസർക്ക് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ഡിലേ ആവുന്നോ, പക്ഷെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് ഡിലേ അങ്ങനെ ആവില്ല. നമുക്ക് എക്സാംസിന്റെ കാര്യത്തിൽ, നെറ്റിന്റെ എക്സാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരുപാട് ഡിലേ ആവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പ്രൊവിഷണൽ ആൻസർക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കരുത് എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ നല്ല കോൺഫിഡൻസ് ഉള്ളവരുണ്ടാവാം, അതായത് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ളവർക്ക് ഓക്കെ, അവർക്ക് വേണമെങ്കിൽ JRF-നായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ JRF കിട്ടുന്ന ഉറപ്പുള്ളവർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അല്ലാത്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ എക്സാമിൽ, ഈ കഴിഞ്ഞ എക്സാംസിൽ വേണ്ടത്ര പ്രിപ്പയർ ചെയ്യാൻ സാധിക്കാതെ വേണ്ടത്ര രീതിയിൽ അത് എഴുതാൻ പറ്റാത്ത സ്റ്റുഡൻസ് ഒരിക്കലും അതിന്റെ ആൻസർക്ക് വെയിറ്റ് ചെയ്തിരിക്കരുത്. ഉടനെ തന്നെ അടുത്ത എക്സാംസിനായിട്ട് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ കൂടുതൽ പുതിയ അഡ്മിഷൻ വരുന്ന സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു പരാതി എന്ന് പറയുന്നത്, സാറേ ഞങ്ങൾ കുറെ തവണ ഇതുപോലെ എക്സാം എഴുതിയിട്ടുണ്ട്, കുറെ പേര് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, കുറെ പേര് നമ്മൾ ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ച് മാർക്കിനാണ് നമുക്ക് ആ നെറ്റ് എന്ന് പറയുന്ന ആ ഒരു ഡ്രീം, നമുക്ക് അല്ലെങ്കിൽ JRF എന്ന് പറയുന്ന ഒരു ഡ്രീം ഒരു 2-4 മാർക്കിനാണ് നമുക്ക് പോകുന്നത്. അതെന്തുകൊണ്ടായിരിക്കാം മിസ്സേ? അതെന്തുകൊണ്ടാന്ന് വെച്ചാല്, ഇപ്പൊ പലവരും നമ്മുടെ കട്ട് ഓഫ്, അതായത് കഴിഞ്ഞ കട്ട് ഓഫ് ഒക്കെ നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നെറ്റിന്റെ പെർസെന്റേജ് അല്ല നോക്കുന്നത് അല്ലെ, പെർസെന്റേജിലാണ്. പെർസെന്റേജിൽ നോക്കിയിട്ടാണ്. അപ്പോ ഓരോ വർഷത്തെ കട്ട് ഓഫും അല്ലെങ്കിൽ ഓരോ എക്സാംസിന്റെ കട്ട് ഓഫും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഈ റീസെന്റ് കഴിഞ്ഞ എക്സാം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിരുന്നു. ഇപ്പൊ നമ്മുടെ പേപ്പർ 2 ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിട്ടാണ്, എല്ലാ സബ്ജക്ട്സിന്റെയും പേപ്പർ 2 അത്യാവശ്യം സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇത്തവണ നമുക്ക് ഇപ്പൊ കട്ട് ഓഫ് കൂടോ കുറയോ നമുക്ക് അറിയില്ല. ഇപ്പൊ പേപ്പർ 1 അതിനനുസരിച്ച് കുറച്ച് പാടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ കഴിഞ്ഞ കട്ട് ഓഫ് ഒരു 180 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ കട്ട് ഓഫ് ഓർമ്മയില്ല, ഓരോ സബ്ജക്ട്സിന് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു 180 അല്ലെങ്കിൽ 182 ആണ് നെറ്റിന്റെ കട്ട് ഓഫ് എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ആ ഒരു കട്ട് ഓഫ് നോക്കിയിട്ടാണ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ചിലപ്പോൾ ഇത്തവണ അത് ആയിരിക്കില്ല. ചിലപ്പോൾ എക്സാം കുറച്ചുകൂടെ എളുപ്പമായി കഴിഞ്ഞാൽ അത് 190 വരെ നമുക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും ഒരു കട്ട് ഓഫിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. അതെ, പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ഇത്തവണത്തെ ഒരു എക്സാമിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മിക്ക ആസ്പിരൻസ് പറഞ്ഞത്, അത് നമ്മൾ റിവ്യൂ എടുക്കാൻ പോയ സമയത്താണെങ്കിലും മിക്കവരും പറഞ്ഞത് പേപ്പർ 2 അവർക്ക് എളുപ്പമായിരുന്നു, പേപ്പർ 1 പാടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, എനിക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും, പേപ്പർ 1 ആണ് ഇവിടെ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു പേപ്പർ എന്ന് പറയുന്നത്. ഒരു പേപ്പർ 2 അവർക്ക് സബ്ജക്ട് പേപ്പർ ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിന് നല്ലൊരു നോളജ് ഒരു പക്ഷെ കുറെ പേർക്ക് ഉണ്ടാവും. പക്ഷെ പേപ്പർ 1 അവർ കുറച്ച് പിന്നോട്ട് പോകുന്നത്. അതെ, പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ നെറ്റിന്റെ പാറ്റേൺ എല്ലാവർക്കും മനസ്സിലാവും. എന്നാലും ആദ്യമായിട്ട് ഇപ്പൊ നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവര് അല്ലെങ്കിൽ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നവര് ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഞാൻ ആ ഒരു ക്വസ്റ്റിനോട്ട് വരാം. അതായത് നമുക്ക് 300 മാർക്കാണ് മൊത്തം നെറ്റിന്റെ മാർക്ക് എന്ന് പറയുന്നത്. 300 മാർക്കാണ്, അതായത് ഒരു ക്വസ്റ്റിന് 2 മാർക്ക് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ. 150 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1-ന്, 100 ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 2-ന്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് 100 മാർക്ക് പേപ്പർ 1-നും 200 മാർക്ക് പേപ്പർ 2-നും വരും. അപ്പൊ പല ആസ്പിരൻസും വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല്, കൂടുതൽ മാർക്ക് ഏതാ? പേപ്പർ 2-നാണ്.
പിന്നെ നമ്മുടെ സെറ്റ് എക്സാം പോലെ ഇവിടെ ഒരു അഗ്രിഗേറ്റ് ഇല്ല. അഗ്രിഗേറ്റ് ആണുള്ളത്, സെപ്പറേറ്റ് ഒരു മാർക്ക് അവിടെ വരുന്നില്ല. അതായത് പേപ്പർ 1 ഇത്ര മാർക്ക് വേണം, പേപ്പർ 2 ഇത്ര മാർക്ക് വേണം എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നില്ല. അപ്പൊ പല ആസ്പിറൻസും വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ മാർക്ക്, അതായത് ഡബിൾ മാർക്ക് വരുന്നത് നമ്മുടെ പേപ്പർ 2-നാണ്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചാൽ പോരെ എന്നാണ് പലരും വിചാരിക്കുന്നത്. പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് പേപ്പർ 1 എന്താണ് 100 മാർക്കുള്ളൂ, നമുക്ക് പേപ്പർ 2 200 മാർക്ക് ഉണ്ട്, അതിനകത്ത് തന്നെ 200-ൽ ഒരു 150 മേടിച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു 30 മാർക്ക് മേടിച്ചാൽ പോരെ എന്നുള്ളൊരു ചിന്തയാണ് കൂടുതൽ ആൾക്കാർക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ പേപ്പർ 2-ൽ തന്നെ നിങ്ങൾക്ക് എത്ര തന്നെ നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും മിസ്സിന് അറിയാൻ, നമുക്കറിയാമല്ലേ മിസ്സെ, കുറെ നമ്മളെ കുഴപ്പിക്കുന്ന നമ്മളെ കുറെ ചിന്തിപ്പിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടുതലും മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ എത്രമാത്രം നിങ്ങളതിൽ അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തെറ്റുപറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 150-ൽ ഒരു 150 എന്നുള്ളൊരു ഒരിക്കലും നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അതാണ് പേപ്പർ 2-ന്റെ ഒരു പ്രശ്നം. അതെ, ഇപ്പൊ കഴിഞ്ഞ എക്സാമിലും പേപ്പർ 2 അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മുടെ ഈ ഒരു ഇതിന്റെ ക്രൈറ്റീരിയ വരാൻ പോകുന്നത് പേപ്പർ 1-ലെ മാർക്കായിരിക്കും ഉറപ്പായിട്ടും. കാരണം ഇപ്പൊ ഞാനിപ്പോ എക്സാം എഴുതി, ഇവിടെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും ഓരോ എക്സാംസും എഴുതി നോക്കാറുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും. അത് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാനായിട്ടാണ് ആ ഒരു എക്സാം എഴുതുന്നത്. അപ്പൊ അങ്ങനെ എഴുതിയ സമയത്ത് ഞാനിപ്പോ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു പേപ്പറാണ് ഞാൻ എഴുതിയത്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം, പേപ്പർ 2 വളരെ സിമ്പിൾ ആയിരുന്നു. എന്താ പറയാ, നമ്മുടെ ജെമിനി ചാറ്റ് ജിപിടിയിലൊക്കെ ഇട്ട ക്വസ്റ്റ്യൻസ് പോലെ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു പേപ്പർ 2-ന് വന്നത്. അപ്പൊ അതെനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ പാസ്സാവോ ഇല്ലേ എന്നുള്ളൊരു ക്രൈറ്റീരിയ പേപ്പർ 1-ന് മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 2-ഉം പേപ്പർ 1-ഉം ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചൊരു കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എന്തായാലും പാസ്സാവും. പക്ഷെ പേപ്പർ 2 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത കുട്ടി എന്ത് ചെയ്യില്ല, പാസ് ആവില്ല എന്നുള്ളതാണ് ഇവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പേപ്പർ 1-ലേക്ക് പോവാണെങ്കിൽ മിസ്, നമ്മൾ കൂടുതലായിട്ടും മിസ്സിനറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ്പിറൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പേപ്പർ 1-ൽ നമുക്ക് 10 യൂണിറ്റ്സ് ആണുള്ളത്. അപ്പോ കൂടുതലായിട്ടും എന്താണ് ഒരു പുതിയൊരു ആസ്പിറന്റ് ഇപ്പോ പേപ്പർ 1-ൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മിസ്സിന് പറയാൻ പറ്റുമോ? ഫോക്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമായിട്ട് പഠിക്കുന്ന സമയത്ത് കുറച്ച് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് എന്തായാലും കിട്ടുമെന്നുള്ളൊരു ഉറപ്പുള്ള കുറച്ച് യൂണിറ്റ്സ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് നോക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ പേപ്പർ 1 എന്തോ ഭയങ്കര ടഫാണ്, എനിക്കത് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പലരും തോന്നുന്നത് അതുകൊണ്ടാണ്. പക്ഷെ പലരുടെയും പേടി മാത്സ് അവർക്ക് പേടിയാണ്. മിക്കവാറും സ്റ്റുഡൻസ് ഇപ്പൊ നെറ്റ് ആസ്പിറൻസിൽ ഒരു 80% സ്റ്റുഡൻസിന് മാത്സ് പേടിയാണ്. പക്ഷെ മാത്സ് എന്ന് പറയുമ്പോൾ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഒരു 5 ക്വസ്റ്റ്യൻ വരുന്നു, അതായത് 10 മാർക്ക് വരുന്നു. ബാക്കി മാത്തമാറ്റിക്കൽ റീസണിങ് ഒരു 10 മാർക്ക് വരുന്നു. 10 10 20 മാർക്കാണ് ആ മാത്സ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കുറെ യൂണിറ്റ്സ് അതിലുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു മൊഡ്യൂൾ വരുന്നുണ്ട്, നമ്മുടെ ICT എന്നുള്ളൊരു മൊഡ്യൂൾ വരുന്നുണ്ട്, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്നുള്ളൊരു വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് വരുന്നുണ്ട്, റിസർച്ച് ആപ്റ്റ്യൂഡ് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ടീച്ചിങ് ആപ്റ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റ്യൂഡാ. അപ്പൊ നമുക്ക് നല്ലതുപോലെ അറിയാം എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. എത്രയും ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിച്ചാൽ പോലും നമുക്ക് അത്യാവശ്യം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറെ പേര് അത് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് അവർക്ക് അത് ഭയങ്കര വലിയ എന്തോ ആണെന്നുള്ളൊരു തോന്നല് വരുന്നത്. ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും കാണുമ്പോൾ തന്നെ അവർ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പേപ്പർ 2-ൽ ഫോക്കസ് ചെയ്യാം. പക്ഷെ പേപ്പർ 1-ൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒരു 50 60 അല്ലെങ്കിൽ 70 മാർക്ക് മേടിക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് പേപ്പർ 1-ലുണ്ട്. അതെ, പേപ്പർ 1-ലുണ്ട്. അപ്പൊ അത് പഠിക്കേണ്ട രീതിയിലും പഠിച്ചാൽ മതി. അപ്പൊ നമ്മുടെ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വൈഡ് ആണ്. ഇപ്പൊ നമുക്കൊരു സിലബസ് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അതിനായിട്ട് ഒരു ഗൈഡ് വാങ്ങിക്കുന്ന സമയത്ത് അത് ഭയങ്കര വൈഡാ. അപ്പൊ പലരും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പോവാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചുകൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പൊ ഒരു തവണ നെറ്റ് കിട്ടിയവർക്ക് വീണ്ടും വീണ്ടും നെറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? അവരത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കൊണ്ടല്ല. അവർക്ക് ആദ്യം ആ ഒരു പഠിച്ച് ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി, ആ ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നു, ആ പാറ്റേൺ അനുസരിച്ച് പഠിച്ചുകൊണ്ട് അവർക്ക് സ്കോർ ചെയ്യാനായിട്ടാണ് സാധിക്കുന്നത്. ഇപ്പൊ പേപ്പർ 1 നോക്കുന്നവരാണെങ്കിലും കൂടുതൽ സ്റ്റുഡൻസ് സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ഒരുവിധം പേപ്പർ 1-ന്റെ 10 യൂണിറ്റ് ആണെങ്കിലും ഒരു 8 യൂണിറ്റ് അല്ലെങ്കിൽ 9 യൂണിറ്റ് ഒരു സിലബസ് കവർ ചെയ്യുന്നുണ്ട്. എന്നിട്ടും
അവർ പുറകോട്ട് പോകുന്നവരുണ്ട്. അത് മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതെ, നോക്കാത്തതിന്റെയാണ്. കാരണം നെറ്റിന്റെ എന്ന് പറയുമ്പോൾ പാറ്റേൺ നമുക്ക് എല്ലാം ഇപ്പൊ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ നമുക്കിപ്പോ കുറച്ച് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് നെറ്റ് കിട്ടുന്നുള്ളതാണ്. പിന്നെ ഈ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ പേപ്പർ 1 നമുക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഉണ്ട്. ആ ഒരു ഏരിയാസ് നമ്മൾ മനസ്സിലാക്കി ആ ഏരിയാസ് ആദ്യം പഠിക്കുക. അതായത് ഞാൻ പറഞ്ഞത് ഇപ്പൊ PG കഴിഞ്ഞ് ആദ്യമായിട്ട് നെറ്റ് എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ട യൂണിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, ICT ആയിക്കോട്ടെ, പീപ്പിൾ എൻവയോൺമെന്റ് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന DI, അതായത് ഡാറ്റ ഇന്റർപ്രിറ്റേഷനും മാത്തമാറ്റിക്കൽ റീസണിങ്ങും. ആ ഡാറ്റ ഇന്റർപ്രിറ്റേഷൻ ആണെങ്കിലും നമ്മൾ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഓരോ രീതിയിലല്ല ചോദിക്കുന്നത്. ഓരോ രീതിയിൽ മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഓരോരോ ടോപ്പിക്സ് ഒന്നുമല്ല. നമുക്ക് അവിടെ ആകെ പഠിക്കാനുള്ളത് പെർസെന്റേജ് പഠിക്കാനുണ്ട്, ആവറേജ് പഠിക്കാനുണ്ട്, റേഷ്യോ പഠിക്കാനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ളതും നമ്മൾ ആ ഒരു ടേബിൾ കാണുമ്പോൾ തന്നെ ഇവരത് സ്കിപ്പ് ചെയ്യുകയോ ചെയ്യുന്നത്. പക്ഷെ അത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിംഗ് എന്നാണ് അവരെ ജനറൽ പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പേപ്പർ നിങ്ങൾ ആ കമ്പ്യൂട്ടറിൽ ആ സ്ക്രീൻ കാണുമ്പോൾ തന്നെ ആദ്യം ഒരു ടേബിൾ ആണ് വരുന്നത്. ആ ടേബിൾ കാണുമ്പോൾ തന്നെ പേപ്പർ 1 സ്കിപ്പ് ചെയ്തിട്ട് പേപ്പർ 2 പോകുന്നവരുണ്ട്. ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് കുറച്ച് ടൈം എടുക്കുന്നതാണ്. പക്ഷെ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഒരിക്കലും ഒരു ബാലികേറ മലയല്ലത്. നമ്മൾ ആ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മളൊരു മിസ് പറഞ്ഞതുപോലെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഒരു പാറ്റേൺ മനസ്സിലാവും. അത് സിമ്പിളായിട്ട് നിങ്ങൾ ഇതിനു മുമ്പുള്ള എലിമെന്ററി സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ള പെർസെന്റേജ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളത് കാണുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ വരുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താൽ തന്നെ ആ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് കുറവാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. നമ്മൾ പേപ്പർ 1 പഠിക്കാത്തതിന്റെ അല്ലെങ്കിൽ എസ്പെഷ്യലി ഈ ഒരു ടോപ്പിക്സ് പഠിക്കാത്തതിന്റെ മെയിൻ കാരണം ഒരു കോൺഫിഡൻസ് കുറവും. പിന്നെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും DI ഭയങ്കര പാടാണ്. അപ്പൊ അത് കേട്ട് നമ്മളും അത് പഠിക്കില്ല. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ നമ്മളെല്ലാവരും അത് ഇപ്പൊ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണെങ്കിലും ഇവിടെ ഫാക്കൽറ്റീസ് എല്ലാവരും അത് അത്യാവശ്യം കുറെ തവണ നെറ്റ് എക്സാം എഴുതിയവരാ. ഇവിടെ നെറ്റ് ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മുടെ JRF ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ കുറച്ച് തവണ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത DIയും കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ അത് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോ നിങ്ങളിപ്പോ പലതവണ നെറ്റ് എക്സാം എഴുതി എന്നിട്ട് പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു അവര് കോൺഫിഡൻസ് കുറയുമല്ല വേണ്ടത്. എല്ലാവർക്കും അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആദ്യം മനസ്സിലാക്കണം അല്ലെ. അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിയിട്ട് ആ വീക്ക്നെസ് ഏതാണോ ആ വീക്ക്നെസ്സിൽ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. കാരണം നമുക്കിപ്പോ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ഡിസംബറിൽ എക്സാം വരും എന്ന് പ്രതീക്ഷയുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി അതിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവസാന ഭാഗം ആകുമ്പോഴേക്കും നമ്മുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും, ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, അതൊന്നുകൂടെ റിവൈസ് ചെയ്യാനും അങ്ങനെ ടോട്ടൽ ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് ഡിസംബറിൽ നടക്കാൻ പോകുന്ന നെറ്റ് എക്സാം അത്യാവശ്യം നന്നായിട്ട് തന്നെ എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളിപ്പോ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പഠിച്ച കുറെ ആസ്പിറൻസിന്റെ അടുത്ത് പറഞ്ഞിട്ട് സാറേ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ കറക്റ്റ് ആയി, പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്റെ ഒരു 30 മിനിറ്റ് അവിടെ പോകുന്നുണ്ട്. അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾക്ക് ശരിയാണ്, നിങ്ങൾക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് നല്ലൊരു ഗ്രാസ്പ് ഉണ്ടാവും. പക്ഷേ ഇവിടെ അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ടൈം മാനേജ്മെന്റ് മീൻസ് നമുക്ക് എങ്ങനെ ആ ഒരു പരിധി വരെ നോക്കാം ടൈം മാനേജ്മെന്റ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റുക. അതായത് പല സ്റ്റുഡൻസ് ഇപ്പൊ നമ്മുടെ സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ നമുക്ക് ടൈം മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന പോലെ ഒരു മോഡൽ എക്സാംസോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി നോക്കണം. ഇപ്പൊ മോഡൽ എക്സാംസ് ഒക്കെ എഴുതി നോക്കുന്ന ഒരു ഗുണം ഇത് തന്നെയാണ്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ടൈമിനെ ഡിവൈഡ് ചെയ്ത് എവിടെയാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ടൈം കൂടുതൽ വരുന്നത് എവിടെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമുക്ക് പേപ്പർ 1 ആദ്യം ക്വസ്റ്റ്യൻസ് എന്ന DI ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കോൺഫിഡൻസ് ഉള്ള ആള്, ബാക്കി നമ്മൾ എപ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്തവരെ പറയുന്നുണ്ട, DIയിൽ കോൺഫിഡൻസ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. പക്ഷെ അവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ സബ്ജക്ട് മാത്സ് ആണ്. അപ്പൊ നമുക്കിപ്പോ മാത്സുകാർക്ക് പറ്റുന്ന ഒരു ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് അത് കിട്ടുന്നവരെ നമുക്കൊരു ഈഗോ ആണ്, അത് കിട്ടണം എന്നുള്ളൊരു ഈഗോ അവിടെ വരും.
അപ്പോൾ അത് കിട്ടുന്നത് വരെ നമ്മൾ അവിടെ കൊടുക്കുന്ന സമയത്ത് അത്രയും ടൈമാണ് അവിടെ പോകുന്നത്. പക്ഷെ അതുപോലെ തന്നെ അല്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം നമ്മളിപ്പോ ആദ്യം ഇപ്പൊ DA നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുവാണ്, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിടുന്നു. എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് ലാസ്റ്റ് നമ്മുടെ മൈൻഡിൽ ഇത് വേണം, DA വിട്ടിട്ടുണ്ട്, അവിടെ ആ ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യണം എന്നൊരു ആ ഒരു ടൈം അവിടെ ബാക്കി വെച്ചുകൊണ്ട് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് പിന്നെ തിരിച്ചിങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അതേപോലെ മാറ്റാൻ തന്നെ പറ്റും. നിങ്ങൾക്ക് നെറ്റ് CBT എഴുതിയ അത് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. മിസ്സിനറി എന്താണ്, നമ്മൾ എല്ലാവർക്കും നമുക്കറിയാം, നമുക്ക് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് അറിയാം, അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പച്ചയിൽ കാണിക്കും, മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് വേറൊരു കളർ. അതെ, അപ്പൊ അങ്ങനെ നിങ്ങൾ മാർക്ക് ആ ഒരു സംവിധാനം നിങ്ങളൊന്ന് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഓവറോൾ ആയിട്ട് നിങ്ങളൊരു പാലറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആദ്യമേ തന്നെ DA വന്നു, നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് DA ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ കുറെ സമയം പോകും എന്നുള്ള ചിന്ത വെച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് മാർക്ക് ചെയ്തിടുക. ആദ്യമേ തന്നെ നിങ്ങൾ എന്താണ് ഒരു 30 മിനിറ്റ് എടുത്ത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടോപ്പിക്സിന്റെ ടൈം അവിടെ കോംപ്രമൈസ് ആയി പോകും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെച്ചിട്ട് എന്തായാലും നന്നായിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ നമ്മൾ ഒരു ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ മറ്റേ ആൻസർ കീ വരാൻ കാത്തിരിക്കരുത്. അത് എത്ര ഡിലേ ആവും നമുക്ക് അറിയത്തില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ വൈകും തോറും നിങ്ങളുടെ ചാൻസസ് അത്രയും ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം JRF എന്ന് പറയുന്നത് നിങ്ങൾ ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ നിങ്ങൾക്ക് പഠിച്ചാൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അത്ര എളുപ്പമുള്ളൊരു ഇതല്ല JRF എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴേ തന്നെ അതൊന്ന് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ ആ JRF എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ആരും തന്നെ പ്രൊവിഷണൽ ആൻസർ കീ വരുന്നവരെ വെയിറ്റ് ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുമോ കിട്ടാതിരിക്കും അത് വേറെ കാര്യം. എന്തായാലും നിങ്ങൾ ഡിസംബറിലേക്കുള്ള, എന്തായാലും ഉറപ്പാണ് നിങ്ങൾ ഡിസംബറിലേക്കുള്ള എക്സാം നടക്കും. നിങ്ങൾ ഇപ്പോഴേ തന്നെ അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാല്ലേ? അതെ, അത് കറക്റ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാക്കി കറക്റ്റ് ആയിട്ട് ഫോക്കസ് ഏരിയാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലേ തീരുള്ളൂ. അപ്പൊ അതിനായിട്ട് കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പഠിത്തം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ് എല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും എഴുതി നോക്കണം, അല്ലെ? എഴുതി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ? നെറ്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീഡം ഓഫർ കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഫ്രീഡം ഓഫറും കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സീസിന്റെ പുതിയ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ അതിനായിട്ട് താഴെ കാണുന്ന നമ്പർ, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് എന്ത് സജഷൻസും അല്ലെങ്കിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, ഇപ്പൊ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും, കുറെ ഡൗട്ട്സ് ഉണ്ടാവും, നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ എന്ത് ചെയ്യാം, താഴെ തന്നെ ഈ വീഡിയോന് താഴെ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഒട്ടും മടിക്കണ്ട. നമ്മളുടെ ഈ ഫ്രീഡം ഓഫർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. നമുക്കൊരു ഒരാഴ്ച വരെ സമയമുള്ളൂ. നിങ്ങൾ ഒട്ടും മടിക്കാതെ തന്നെ നമ്മളുടെ CCയിലൊരു ജോയിൻ ചെയ്യുക. നമുക്ക് എക്സ്ക്ലൂസീവ് മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള PYQ സെഷൻസ് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ ഒരു സവിശേഷതകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസംബറിലെ JRF എന്ന് പറയുന്ന ഒരു ഡ്രീം തീർച്ചയായിട്ടും നിങ്ങൾക്ക് CCയുടെ കൂടെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ വീണ്ടും പറയാണ്, ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് ആകെ ഇനി കേവലം 4 മാസം കൂടെ ഉള്ളൂ. ഇത്തവണ തന്നെ നിങ്ങൾ ഡിസംബറിൽ JRF ക്രാക്ക് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. അപ്പൊ മിസ്സേ, നമുക്ക് ഇനിയും ഇങ്ങനത്തെ സെഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അതെ, നിങ്ങളുടെ ഡൗട്ട്സിനനുസരിച്ച് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത്രേ ഉള്ളൂ, അല്ലേ? സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.